എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ പോൺ അഡിക്ഷൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ പോൺ വീഡിയോസ് ധാരാളം ലഭ്യമാണ് എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഇക്കാലത്തെ കുട്ടികൾക്കും അറിയാം. പ്രത്യേകിച്ച് ടീനേജേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ പോൺ അഡിക്ഷൻ നിങ്ങൾക്കുണ്ടാകുന്നത് വഴി നിങ്ങളുടെ മാനസികമായ ശാരീരികമായ എന്തൊക്കെ വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും, നിങ്ങളുടെ മാനസികമായി ശാരീരികമായി അത് തരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ഈ വീഡിയോ മറ്റുള്ളവർക്കും കാണാം. ശരിക്കും ടീനേജേഴ്സ് ഉള്ള വീട്ടിലെ പാരൻസിനും ഇത് കാണണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവരെ ഈ അഡിക്ഷനിൽ നിന്നും പുറത്തു കൊണ്ടുവരേണ്ട ഒരു ചുമതലയും കൂടി നമുക്കുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. പോൺ അഡിക്ഷൻ ഉള്ളവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, പോൺ അഡിക്ഷൻ ഉള്ള ടീനേജേഴ്സിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. പോൺ അഡിക്ഷൻ ഉള്ള ടീനേജേഴ്സിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? നമ്മളെല്ലാവരും റിവാർഡ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ടീനേജർ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിവാർഡ് സിസ്റ്റം. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിക്ക് അനുയോജ്യമായ ഒരു റിവാർഡ് നമുക്ക് ലഭിച്ചാൽ ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരാകുന്നു. അതാണ് റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും റിവാർഡ് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ടീനേജേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെ ഈ റിവാർഡ് സിസ്റ്റം ബേസ്ഡ് ആണ്. ഈ പോൺ കാണുന്ന കുട്ടികൾ, ടീനേജേഴ്സ്, ഈ റിവാർഡ് സിസ്റ്റത്തിനെ പോണിലേക്ക് തിരിച്ചുവിടുന്നത് കൊണ്ട്, അതായത് പോൺ കൂടുതൽ കാണണം എന്നുള്ള രീതിയിൽ അവർക്ക് അഡിക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ഈ റിവാർഡ് സിസ്റ്റത്തിൻ്റെ ആ ഒരു രീതി തന്നെ മാറിപ്പോവുകയും വീണ്ടും വീണ്ടും കൂടുതൽ പോൺ കാണുന്നതാണ് അവർക്ക് റിവാർഡ് എന്നുള്ള രീതിയിൽ അവരുടെ ചിന്താരീതി തന്നെ മാറിപ്പോവുകയും ചെയ്യും. അത് ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ വളരെയധികം മോശമായി ബാധിക്കും. സെക്സിനെയും സെക്ഷൽ റിലേഷൻഷിപ്പിനെയും വളരെ മോശമായ രീതിയിൽ കാണുവാൻ ഈ പോൺ അഡിക്ഷൻ ആ കുട്ടികളെ പ്രേരിതരാക്കും എന്നർത്ഥം. അതായത് സാധാരണ സെക്സും സാധാരണ റിലേഷൻഷിപ്പും അല്ലാതെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസാധാരണമായ പല കാര്യങ്ങളും പല രീതികളും ഈ പോൺ വീഡിയോസിൽ കാണാറുണ്ട്. അപ്പോൾ സാധാരണ ആയിട്ടുള്ള സെക്സ്വൽ റിലേഷൻഷിപ്പിനെയും സെക്സിനെയും നേരെ ചൊവ്വേ കാണുന്നതിന് പകരം ഇവർ ഇതെല്ലാം ഒരുതരം ഫാൻറ്റസി ലോകത്തിലാണ് കാണുന്നത്. പല രീതിയിലുള്ള ഉപകരണങ്ങൾ, പല രീതിയിലുള്ള മെത്തേഡുകൾ, പല അശാസ്ത്രീയമായ ചെയ്തികൾ, ഇതെല്ലാം ഇവർ പോൺ വഴിയിലൂടെ കാണുന്നുണ്ട്. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ, ശാരീരിക ബന്ധം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുവാൻ ഇതെല്ലാം ഇവരെ പ്രേരിപ്പിക്കുക ചെയ്യുക. അത് എക്സ്പെക്റ്റേഷൻസിൻ്റെ അപ്പുറത്തേക്ക് ഇവരെ കൊണ്ടുപോവുകയും പിന്നീടുള്ള ഇവരുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നു. കുറ്റബോധം, ലജ്ജ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് പോൺ വീഡിയോ കണ്ട് വീണ്ടും റിവാർഡ് സിസ്റ്റം ഇവരെ മോശമായി അഫക്റ്റ് ചെയ്ത് അഡിക്ഷൻ ഉണ്ടാക്കി അതിൽ കൂടുതൽ സമയം ചിലവഴിച്ച് മറ്റ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ചെലുത്താൻ പറ്റാതെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും വരുമ്പോൾ ഈ പറഞ്ഞ കുറ്റബോധവും ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം വളരെ സാധാരണയായി ഇത്തരം ആളുകളിൽ കാണാറുണ്ട്. അതുകൊണ്ട് പോൺ കാണുന്നത് പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. ഒരുപാട് പോൺ അഡിക്ഷനുള്ള കുട്ടികൾ, കുറേ നേരം പോണിൽ ഇരിക്കുന്നവർ, ഈ വീഡിയോസ് ഒരുപാട് കാണുന്നവർ സ്വാഭാവികമായും കൂടുതൽ സമയം ഇതിൽ ചിലവഴിക്കുക വഴി പുറത്തേക്ക് ഇറങ്ങുന്നത് കുറയുന്നതും സോഷ്യൽ ഇൻറ്ററാക്ഷൻ കുറയുന്നതും, ഇനി ഇൻ കേസ് പുറത്തിറങ്ങി ആരോടെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ പെരുമാറുകയോ ചെയ്താൽ ആ വ്യക്തിയെ ഈ പോണുമായി ബന്ധപ്പെടുത്തി കാണാനുള്ളൊരു പ്രേരണ ഉണ്ടാവുകയും എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ജീവിതം എത്ര മോശമായി താറുമാറാക്കപ്പെടുന്നു എന്നുള്ളത്. ആദ്യം പറഞ്ഞാൽ ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടി കാണിക്കുന്നു. ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഇത്തരത്തിലുള്ള ചിന്താ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അത് സോഷ്യലായിട്ടുള്ള ഇവരുടെ കണക്ഷൻസിനെ വളരെയധികം മോശമായി ബാധിക്കും. എക്സസീവായി ഈ പോൺ അഡിക്ഷനുള്ളവർ, ഒരുപാട് പോൺ വീഡിയോസ് കാണുന്നവർ പിന്നീട് ഭാവിയിൽ എന്നല്ല അടുത്ത കാലത്ത് തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ലൈംഗിക ഉദ്ധാരണക്കുറവ്,
പുരുഷന്മാർക്ക് ഉണ്ടാക്കുന്നതായി ഒരുപാട് പഠനങ്ങളിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ റിവാർഡ് സിസ്റ്റം, അതായത് ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം, ഒരു വിഷയം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഉത്തേജനം അനുഭവിക്കുന്ന ഒരു സിസ്റ്റം. ഫോൺ വീഡിയോ കണ്ടിട്ട് ഇവർ ഉത്തേജനം അനുഭവിക്കുമ്പോൾ ആക്ച്വൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഇവർക്ക് ഉത്തേജനം വരാത്ത ഒരവസ്ഥ വരും. അത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് കാരണമാകാം. അടുത്തത് പറയാനുള്ളത് പുവർ അക്കാഡമിക് പെർഫോമൻസ്. ഇങ്ങനെ മാനസിക സമ്മർദ്ദവും ഗിൽറ്റും കുറ്റബോധവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പഠനത്തിൽ ഒരു തരത്തിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ കുട്ടികളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ് ഇവർക്ക് സ്വാഭാവികമായും പുവറായി മാറുകയും ചെയ്യും. ഈ പോർണോഗ്രാഫി വീഡിയോകളിൽ തന്നെ ധാരാളം ഇല്ലീഗൽ കണ്ടന്റ് ഉണ്ട്. ഇല്ലീഗലായി ഉപയോഗിക്കാൻ പാടില്ലാത്ത, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത അങ്ങനെയുള്ള ഒരുപാട് കണ്ടന്റുകളുണ്ട്. ആ കണ്ടന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ ലഭ്യമാണ്. പക്ഷേ അത് എല്ലാവർക്കും അതേ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല, മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഇത് ഷെയർ ചെയ്യാൻ പാടില്ല, ഇത് കാണുന്നത് കുറ്റകരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ ഇവർ അങ്ങനെയുള്ള ഒരു വലയത്തിൽ ചെന്നപ്പെട്ടു കഴിഞ്ഞാൽ, ഇവർ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ വളരെ കുറ്റകരമായ ഒരു അനാസ്ഥയാണ് ഇവർ കാണിക്കുന്നത്. നിയമപരമായി കുറ്റം അവർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. റിസ്കി ബിഹേവിയറാണ്. അത് മാത്രമല്ല, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയറിലേക്കും സെക്ഷൽ തോട്ട്സിലേക്കും ഒബ്സഷൻസിലേക്കുമെല്ലാം ഇവർ കടന്നു ചെല്ലുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ടീനേജേഴ്സ് പോൺ വീഡിയോസ് കാണരുത്, അല്ലെങ്കിൽ പോൺ വീഡിയോസിൽ അഡിക്ഷൻ ആവരുത് എന്നുള്ളതിന് പൂർണ്ണമായ എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും എടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ കണ്ടത് നിങ്ങളെല്ലാവർക്കും നന്ദി. നമസ്കാരം.